ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പഞ്ച് ബോയ്സ് ഗെയിമിംഗ് ഗായ്സ്. അപ്പം നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട് തിരിച്ചെത്തി ഗൈസ്. അപ്പം നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ എല്ലാവരും കണ്ടാണും. ആ മാപ്പ് നമ്മളതിന് പോയി ഗൈസ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ബെഡ്റോക്ക് ആയിരുന്നു ഇത്രയും കാലം എൻ്റെ പി സിയിലിട്ട്. ഉയ്യോ കൊക്ക, എടാ കൊക്കടാ, എടാ എടാ എന്തൊരു സ്ഥലമാടാ ഇത്. എൻ്റെ മോനെ, താഴെ നോക്കി ഇറങ്ങാം, അതൊക്കെ ഇറങ്ങ്. എടാ നോക്കടാ ഇത്. എടാ കോഴി, എടാ അടുത്ത കോഴി. എടാ പുതിയ സൗണ്ടൊക്കെ കോഴിക്ക്. എടാ നിക്കടാ, പാട്ട് ഓഫ് ചെയ്യട്ടാ. ഓക്കെ, ഇപ്പം സെറ്റായി. എടാ ആട് 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 ചത്തുപോ. എടാ ഫസ്റ്റ് ഓഫ് ഓൾ ഇവരെയൊക്കെ കൊന്നുകൊണ്ടിരിക്കാതെ നമുക്ക് പോയി കുറച്ച് മരം വെട്ടാം ഗൈസ്. പിന്നെ ജിമിനിക്ക് പനിയാണ്, അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോയിൽ ജിമിനി ഇല്ല. ഓക്കെ, ജിമിനി ഇന്നലെ മഴ നനഞ്ഞ് പനി പിടിച്ച്. അപ്പോൾ ഒരു ഗ്രേ ആടുതോ അതുവഴി പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും വെട്ടിക്കൊന്ന് കണ്ടിച്ച് നമുക്ക് കറി വയ്ക്കാം. ഓക്കെ, വേണമെന്നുള്ളതൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി മരത്തിന് നേരെ വെച്ച് പ്ലാങ്ക്സ് ആക്കാം. പിന്നെ ഗൈസ്, ഈ ഗെയിമിന് എന്താണ് ഒരു മാറ്റമെന്ന് നിങ്ങൾ ചോദിക്കും, എനിക്കറിയാം. ചോദിച്ചില്ലെങ്കിലും എൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ പറയാം ഗൈസ്. ഞാൻ ഇത്രയും കാലം എൻ്റെ പി സി പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പോക്കറ്റ് എഡിഷനാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം മൈൻക്രാഫ്റ്റ് PE കളിച്ചപ്പോഴത്തേക്ക് ഒട്ടും ലാഗില്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ ബെഡ്റോക്കിലോട്ട് സ്വിച്ച് ചെയ്യാം. ഞാൻ എന്തായാലും പ്ലേ സ്റ്റോറിൽ പൈസ കൊടുത്ത് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതോ ഗൈസ്, ഒരു ഗ്രേ ആട്, അങ്ങോട്ട് വാ. അങ്ങനെ ഞാൻ ഫൈനലി ഹായ് ആട്ടുമുട്ടി. ആട്ടുമുട്ടി അല്ലേ? എടാ ആട്ടുമുട്ടിയുടെ ടെക്സ്റ്റർ നോക്കടാ. എടാ ആട്ടുമുട്ടി മാറി. എടാ ആട്ടുമുട്ടിയെ നോക്കടാ, ഒരുമാതിരി. ഈ ഗ്രേ ആടിനെ കൊല്ലാം. ഇനി ഒരു ആടുകൂടി കിട്ടിയാൽ ഇന്നത്തെ നൈറ്റ് നമ്മൾ സർവൈവ് ചെയ്യും. നമ്മൾ ഗൈസ് ഈ വേൾഡ് ഫുള്ള് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കും. ഉറപ്പായിട്ടും ബിൽഡ് ചെയ്ത് മാറ്റും ഗൈസ്. കുതിര, ഡേയ് നിന്നെയൊക്കെ എനിക്ക് വേണം. വെയിറ്റ് എന്താണ്, നമുക്ക് ഇതിൻ്റെ മണ്ടേ കയറി നോക്കാം. അയ്യോ സോറിടാ. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? എന്ത് പരിപാടിയാടാ. ഈ വേൾഡ് നമ്മൾ ഇതിനു മുമ്പ് കളിച്ച് കണക്കിയിരിക്കുന്നത്. ആട് കിട്ടി. ഓക്കെ, നൈറ്റ് സർവൈവ്ഡ് ഗൈസ്. പെട്ടെന്ന് തന്നെ ഒരു ബെഡ് ഉണ്ടാക്കട്ടെ. പിന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ ഒരു സംഭവമുണ്ട്. എടാ ഞാനേ എൻ്റെ വീഡിയോസിനൊന്നും ഒട്ടും ക്ലാരിറ്റി ഇല്ല. അപ്പോഴത്തേക്കും ഞാൻ 4Kയിലാണ് എക്സ്ട്രാക്ട് ചെയ്യണം എൻ്റെ വീഡിയോ. 4Kയിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ടും കാര്യമില്ല, കാരണം ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന 1080pയിലാണ്. പക്ഷേ സാധാരണ 4Kയിൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1080p ഫുള്ള് കിട്ടുന്നതാണ്. പക്ഷെ ഒട്ടും കിട്ടുന്നില്ല. അതെന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വെച്ചിട്ട് ഇത് ഗ്രേയാ. ഓ ഷീറ്റ്, യെല്ലോ ബെഡ് ഉണ്ടാക്കാം. ഓടാ, ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്തൊന്ന് നിൽക്കണം. ഓക്കെ, 4 ഡൈ കിട്ടി. ഇനി ഇവിടെ വെച്ചിട്ട് ഇതിനെടുത്ത് ഇവിടെ വയ്ക്കുക. എടുത്ത് ഇവിടെ വയ്ക്കുക. ഇനി ഒരു യെല്ലോ ബെഡ് ഉണ്ടാക്കാം. ഓക്കെ സെറ്റ്. ബെഡ് ഇവിടെ വച്ച് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ട് നേരെ സ്റ്റോണേജ്. എടാ അപ്പം ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്ന 1080pയിലാണ്. അതായത് എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന 1080pയിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ 4Kയിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് കാര്യമില്ല, ഒട്ടും ക്ലാരിറ്റി കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഗൈസ് ലൈക്കും ഷെയറും സബും ചെയ്യാനും മറക്കരുത്. ഇനി തൊട്ട് നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാം. കള്ളത്തരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ഒരു ലക്കുണ്ട്. കുഴിച്ചപ്പോൾ തന്നെ കോള് കിട്ടി, രക്ഷപ്പെട്ട്. എടാ പിന്നെ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും, ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. കാരണം ലോങ് വീഡിയോ എടുക്കുമ്പോൾ യൂട്യൂബിൻ്റെ കംപ്രഷൻ കൂടും. അതായത് കൂടുതലായിട്ട് നമ്മളെ വീഡിയോ കംപ്രഷൻ ചെയ്യും. അപ്പോഴത്തേക്കും നമ്മളെ ക്വാളിറ്റി ഒത്തിരി പോകും വീഡിയോടാ. ഓക്കെ, കോള് തീർന്നു. നമുക്ക് നേരെ മണ്ടയിലോട്ട് പോവാം. ഓക്കെ എടാ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള കേട്ടോ, ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ എടാ എല്ലാവരും ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു സ്കിന്ന് ഉറപ്പായിട്ടും സെറ്റാക്കാം. പിന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് നാളെ വാ. അപ്പോൾ ഓക്കെ, ബൈ.